നമ്മുടെ കുടുംബങ്ങളെ ദൈവം എന്തുമാത്രം വിലയുള്ളതായി കാണുന്നു എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടുംബങ്ങളെ വിലയുള്ളതായി കാണുന്നതിനേക്കാൾ അപ്പുറമായി കുടുംബങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും ദൈവം വലിയൊരു വില നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് തിരിച്ചറിയാനായി ശ്രമിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളെ ജീവനുള്ളതാക്കി നിലനിർത്തുന്നതിൽ നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു വീടായി തീരുന്നതിന് പിന്നിൽ ആ വീടിനുള്ളിൽ ഒരു സ്ത്രീയുടെ നിർണായകമായ റോളുണ്ട്. ശരിയാണോ അല്ലയോ? ഉണ്ട്. ഒരു വീട് അടുക്കും ചിട്ടയുമുള്ള ഒരു വീടായി, ദൈവാനുഗ്രഹമുള്ള ഒരു വീടായി, ആ വീടിൽ ദൈവസ്നേഹം വർദ്ധിക്കുന്ന രീതിയിൽ ആ വീടിനെ മാറ്റിയെടുക്കുന്നതിൽ ആ വീടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു പങ്കുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വലിയൊരു ത്യാഗത്തോടുകൂടി അവരെ വളർത്തിയെടുക്കുന്നതിൽ അമ്മമാർക്ക് വലിയൊരു പങ്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ നല്ലൊരു സമയവും ആരോഗ്യവും എല്ലാം മാറ്റിവെക്കുന്നതിൽ അമ്മമാരുടെ പങ്ക് വളരെ വലുതാണ്. കുടുംബങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും ഭക്ഷണം പാചകം ചെയ്തും വീട്ടുജോലികളെല്ലാം ചെയ്തും ആ കുടുംബത്തെ ഒരു കുടുംബമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കുടുംബത്തിലെ ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹോദരിയായിരിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഉത്തരവാദിത്വങ്ങൾ ഒരു പരിഭവം കൂടാതെ ചെയ്യുന്ന നമ്മുടെ വീടുകളിലെ നമ്മുടെ അമ്മമാർ, നമ്മുടെ വീടുകളിലെ നമ്മുടെ സഹോദരിമാർ, അവരെന്തുകൊണ്ടും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു ബെഥാന്യയിലെ ലാസറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ തിരക്കുകൾക്കിടയിലും ദൈവവചനം കേൾക്കാനായി മറിയ എന്ന ആ സഹോദരി വന്നിരിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഓർക്കേണ്ടത്, ജീവിത തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെയധികം സമയം വേർതിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ജോലികൾ വളരെയധികമാണ് നിങ്ങൾക്ക്, എങ്കിലും തലമുറകൾക്ക് വേണ്ടി നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നു, കുടുംബങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങളിരിക്കുന്നു, സമയം മാറ്റിവെക്കുന്നു, ദൈവാലയത്തിൽ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ പങ്കുവയ്ക്കുന്നു, ഒന്നിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നില്ല. അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ദൈവം നിങ്ങളെ ഏറെ പ്രിയപ്പെട്ടവരായി കാണുകയാണ്. ജീവിതത്തിൽ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ഒറ്റപ്പെടലുകൾ വന്നേക്കാം. നിങ്ങളോട് കൂടെ ജീവിച്ചവർ, നിങ്ങളെ നടത്തിയവർ, ജീവിത പങ്കാളികളൊക്കെ നിങ്ങളിൽ നിന്ന് കാലത്തിൻ്റെ മാറ്റത്തിങ്കൽ എടുത്തു മാറ്റപ്പെടുന്ന കാലയളവിലും നിങ്ങൾ ശക്തരായി നിന്ന് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ ആർജിച്ചെടുത്ത ദൈവത്തോടുള്ള ബന്ധവും വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ നിൽക്കാൻ ശീലിച്ചതുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട്, ഒരു സ്ത്രീ ഇല്ലാതാകുമ്പോൾ, ഒരമ്മ ഇല്ലാതാകുമ്പോൾ ആ വീടിൻ്റെ പ്രകാശം പതിയെ കുറഞ്ഞു തുടങ്ങും. ആ വീടിൻ്റെ പ്രകാശം പതിയെ ജ്വലനശേഷി നഷ്ടപ്പെട്ട് അത് പ്രകാശരഹിതമായൊരവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരോടും എല്ലാ സഹോദരങ്ങളോടും മക്കളോടുമൊക്കെ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങളെ നിങ്ങളാക്കി നിർത്തിയതിന് പിന്നിൽ, നിങ്ങളെ പ്രകാശിപ്പിച്ച് നിർത്തുന്നതിന് പിന്നിൽ നിങ്ങളുടെ വീട്ടിലെ ഒരമ്മയ്ക്ക് ഒരു പങ്കുണ്ട്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു റോളുണ്ട്. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്കും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശുശ്രൂഷകളെ നിങ്ങൾ ഓർത്ത് ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം. വീട്ടിൽ ജോലി തുടങ്ങിയാൽ ജോലിക്ക് സമയപരിധി ഇല്ലാത്തത് സ്ത്രീകൾക്കാണ്, അല്ലേ? എന്തു പറഞ്ഞാലും എന്ത് ജോലിയായാലും നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണമായി, നിങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകി തുടങ്ങുകയാണ്. പാത്രം കഴുകി എല്ലാം ഒതുക്കി അവസാനിപ്പിച്ച് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും വീട്ടിലെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വീണ്ടും നിങ്ങൾ കിച്ചണിൽ കയറി ഉണ്ടാക്കി നൽകേണ്ടി വരുന്നത്. വീണ്ടും അടുക്കി വെച്ച പാത്രങ്ങളുടെ എല്ലാം സ്ഥാനഭ്രംശമാണ്. വീണ്ടും അത് കഴുകണം, വീണ്ടും അത് അടുക്കി വയ്ക്കണം. എല്ലാ ദിവസവും രാവിലെ മുതൽ നിങ്ങൾ ചെയ്യുന്നത് ഇതേ ജോലിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മടുപ്പ് വരുന്നില്ല, ശരിയല്ലേ? ശീലമാണ്. എന്നാൽ ചെയ്യുന്നത് ശീലമായതുകൊണ്ടല്ല, സ്നേഹത്തിലാണ്, വീട്ടിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് വീട്ടിലെ ജോലി ചെയ്ത് മടുത്തു എന്ന്.
ചിലപ്പോൾ വിഷമം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിഭവങ്ങൾ പറയുന്നതല്ലാതെ ഒരു ജോലിയും വീട്ടിൽ നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ എന്തുമാത്രം വിലയുള്ളവരായി കരുതണമെന്ന് നമ്മളൊന്ന് ഓർക്കണം. ഒരു സ്ത്രീ നല്ല ആരോഗ്യവതിയായിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നല്ല ആരോഗ്യത്തോടുകൂടെ കുടുംബത്തിനുള്ളിലായിരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് ആ സ്ത്രീ ഒരമ്മയായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവളുടെ ജീവിതം മാറ്റിവെച്ച് ആ കുഞ്ഞുങ്ങളെ വലുതാക്കാൻ വേണ്ടി ത്യാഗത്തോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതമെല്ലാം മാറ്റി വെച്ച് വരുമ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിലെ പല പരിഗണനകളും പിന്നീട് പ്രാധാന്യമില്ലാത്തതായിട്ട് മാറുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ധാരാളം അമ്മമാരുണ്ട്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരാണ്, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ അവർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ നോക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ശരിയാകില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നോക്കണം. എത്ര തിരക്കിനിടയിലും അവർ വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്കിവിടെ ഇരിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ വീട്ടിലെ ചേച്ചിയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവർ ഭാരപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഭാരങ്ങളൊന്നും അവർ പുറത്ത് കാണിക്കാറില്ല. ഒത്തിരി അവർക്ക് ക്ഷീണമുണ്ട് എങ്കിലും അവരുടെ ക്ഷീണം, നിങ്ങൾക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ ക്ഷീണം അവരൊരിക്കലും പുറത്ത് കാണിക്കില്ല. ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന്, മക്കൾക്ക് ഒരു അസുഖം വരികയാണ്, അതിനേക്കാളും വലിയ പ്രയാസത്തിൽ കിടക്കുന്ന ആ വീട്ടിലെ അമ്മയാണെങ്കിൽ കൂടെയും ജീവിത പങ്കാളിയാണെങ്കിൽ കൂടെയും സ്വന്തം ക്ഷീണവും പ്രയാസവും എല്ലാം മറന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ പരിചരിക്കാനായിട്ട് താല്പര്യത്തോടെ എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരായി തീരുന്നത്. ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി ദൈവം ഇവരെ നിയോഗിക്കുമ്പോൾ ഇവരിൽ എത്രയധികം വലിയ മൂല്യങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലാണ് നമ്മൾ വായിക്കേണ്ടിയിരുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാമത്തെ വാക്യത്തിൽ കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ ലുവോദിയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിക്കൊണ്ട് പറയുകയാണ്. അവിടെ 2 സ്ത്രീകളെ നമ്മൾ പരിചയപ്പെടുന്നു. 1 ലുവോദിയ, 2 സുന്തുക. ഇവർക്ക് 2 പേർക്കും ആദിമസഭയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. ആദിമസഭയിൽ, പ്രത്യേകിച്ച് ഫിലിപ്പിയയിലെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചിരുന്ന 2 സ്ത്രീരത്നങ്ങളാണ് ഇവർ 2 പേരും. എന്നാൽ ഇവർക്കിടയിൽ ചിലപ്പോഴൊക്കെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നു പോകാറുണ്ട്. അതിനെ ക്രമീകരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കണം, കർത്താവിൽ ഏക ചിന്തയോടുകൂടെ ഇരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ 1-ാമത്തെ സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ അമ്മമാരോടും എല്ലാ സഹോദരിമാരോടും സഭയോടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, കർത്താവിൽ ഏക ചിന്തയോടിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിരാശകൾ ഇതെല്ലാം ഒന്നിനു പിന്നാലെ നിങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നുള്ള സങ്കടങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. ഒരു സമയം ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. ക്രമീകരിക്കാനായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിർബന്ധിതരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ബലഹീനരാകും, ദുർബലരാകും. എന്നാൽ അവിടെയെല്ലാം എല്ലാവരെയും ശക്തമാക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുകയും വേണം. അതുമാത്രമല്ല, ജീവിതത്തിൽ ഏത് സങ്കടം വന്നാലും പ്രതിസന്ധി വന്നാലും കർത്താവിൽ ഏക ചിന്തയോടിരുന്ന് നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ കുടുംബത്തെയും പണിതുയർത്താൻ ദൈവം നിങ്ങളോട് ആഹ്വാനം തരുമ്പോൾ അത് ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ദൈവത്തോടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വീട്ടിലും ഒരുപക്ഷെ ഒന്നിലധികം ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ചകൾ ഇല്ലാത്ത രീതിയിൽ ചില സംഭാഷണങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ ദൈവം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലായിരുന്നാലും, ഏത് വീട്ടിലായിരുന്നാലും, ഏത് തൊഴിൽ മേഖലയിൽ ആരോടൊക്കെ ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാലും
കർത്താവുമായുള്ള ഒരു ബന്ധം എല്ലാവർക്കും എല്ലാ കാലങ്ങളിലും ഉണ്ടായിരിക്കണം. നിങ്ങളും നിങ്ങളുടെ ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഒരു പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ വന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ ഒരു പ്രയാസമോ സങ്കടമോ നിങ്ങളുടെ വീട്ടിലെ രണ്ടാമതൊരാൾ ചില സന്ദർഭങ്ങളിലെങ്കിലും കാണാതെ പോയെന്ന് വരാം. നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് സമയമില്ലെന്ന് വരാം. നിങ്ങൾ ഇന്നെടുക്കുന്ന ഈ എഫേർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഇന്നെടുക്കുന്ന ഈ ഒരു ത്യാഗമുണ്ടല്ലോ, ഇത് ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലരൊക്കെ വില കുറച്ച് കണ്ടെന്ന് വരാം. എങ്കിലും ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിൽ എപ്പോഴും ഏക ചിന്തയോടെ ഇരിക്കണം കേട്ടോ. എപ്പോഴും എങ്ങനെ ഇരിക്കണം? കർത്താവിനോടുള്ള ഒരു ബന്ധം എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും അതോടൊപ്പം നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകണം. ഞാൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ എപ്പോഴും ആശ്വസിപ്പിക്കാൻ എല്ലാവരും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്കൊരു സങ്കടം വന്നു, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കൂടെ ഇരുന്ന് അത്രയും സമയം നിങ്ങളുടെ സങ്കടം കേൾക്കാനുള്ള സമയം ഉണ്ടാകണമെന്നില്ല. സ്ത്രീകൾ പൊതുവിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്കൊരു പ്രയാസം വരുമ്പോൾ ഈ പ്രയാസം ആരോടെങ്കിലും എന്ത് ചെയ്യണം? പറയണം. അപ്പോൾ സംബഡി ഷുഡ് ബി ദെയർ ടു ലിസൺ ദം. അവരെ ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും വേണം. കേൾക്കാനായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും അവർക്ക് ആവശ്യമില്ല. അവരുടെ സങ്കടങ്ങൾ ഒന്ന് പറയണം. അത് പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നത് ആ വീട്ടിനുള്ളിൽ തന്നെയുള്ള ജീവിത പങ്കാളിയോടായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിനുള്ളിലുള്ള മക്കളോടായിരിക്കും. എന്നാൽ പലപ്പോഴും പല വീടുകളിലും സംഭവിക്കുന്നത്, നമ്മളെല്ലാ സങ്കടങ്ങളും പോയി നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളോട് ഒരുപക്ഷെ പറഞ്ഞ് അവരതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ വിഷമങ്ങൾ നമ്മൾ ഒരിക്കലും കേൾക്കാനോ അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനോ ശ്രമിക്കാറില്ല. അപ്പോൾ കർത്താവ് പറയുന്നത്, അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദുർബലരായി പോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ നിരാശപ്പെട്ടു പോകാനുള്ള ഇടയുമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ ആരും നിങ്ങളുടെ കേൾക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ സമയം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെടാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏക ചിന്തയോടെ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതാണ് പറയുന്നത്, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കണം. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടരുത്. എല്ലാം കർത്താവ് അതതിൻ്റെ സമയത്ത് ക്രമീകരിച്ച് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ എങ്ങനെ ഇരിക്കണം? ഏക ചിന്തയോടെ ഇരിക്കണം. ദൈവത്തിൽ നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാൾ, ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെക്കാൾ ദൈവത്തോട് നല്ലൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ നാളുകളിൽ കഴിയുമ്പോൾ വളരെ വിലയുള്ളതായി ദൈവം നിങ്ങളെ കാണുമെന്നതാണ് അതിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഇന്ന് വായിച്ച മറ്റൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. യേശുവിനോട് ചേർന്ന് നടന്ന 3 പേരെക്കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 3 സ്ത്രീകൾ. അതിലൊന്ന് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരത്തി മറിയ, മേരി മാഗ്ദലിൻ. രണ്ടാമത് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന. ഹേരോദാവിൻ്റെ കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ, ഇവിടെ ഹേരോദ അന്തിപ്പായാണ് ഇവിടെ ഭരിക്കുന്നത്. ഹേരോദ അന്തിപ്പയുടെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട കാര്യവിചാരകൻ. ഹേരോദാവ് യേശുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ്. യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിൻ്റെ എതിർ സൈഡ് നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഹേരോദ് അന്തിപ്പാസ്. അപ്പോൾ ഹേരോദ് അന്തിപ്പാസിൻ്റെ കൊട്ടാരത്തിലെ ഒരു കാര്യവിചാരകനായിരുന്നു കൂസ. അപ്പോൾ ജോലി അവിടെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യോഹന്ന ആരോട് ചേർന്ന് നിൽക്കുകയാണ്? യേശുവിനോട് ചേർന്ന് വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിത പങ്കാളി വളരെ തിരക്കുകളും ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് പല രീതിയിലുള്ള തിരക്കുകളുള്ള ഒരാളായിരിക്കാം. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ഉന്നതമായ ജോലികൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന ആളോ, അല്ലെങ്കിൽ വീടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളോ, വീടിന് വേണ്ടി പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളോ, വീടിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം.
അതാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ജീവിത പങ്കാളിയുടെ ഉത്തരവാദിത്വമെങ്കിൽ ആ വീട്ടിലെ ഒരു അമ്മയുടെ ജോലി എന്ന് പറയുന്നത് യോഹന്ന എന്ന ഈ സ്ത്രീ ചെയ്തതുപോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ് ആ വീട്ടിലെ ഒരു അമ്മയുടെ ജോലി. ഭർത്താവ് ജോലിയും തിരക്കുമായി ബന്ധപ്പെട്ട് തൻ്റെ ഔദ്യോഗിക മേഖലയിൽ വിശ്വസ്തനായിരുന്ന് ഹേരോദ് അന്തിപ്പയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടിലെ ഭാര്യയായ യോഹന്ന അവൾ ചെയ്യുന്നത്, അവൾ യേശുവിൻ്റെ കാൽ കീഴിൽ ചേർന്ന് നിൽക്കാനായും പഠിക്കാനായും യേശുവിനോട് കൂടെ നടക്കാനായും താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വീടിനെ ദൈവം അനുഗ്രഹിക്കും. മറന്നു പോകരുത്. വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് കുറച്ച് തിരക്കായിരിക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ മേൽ എല്ലാ പഴിയും ചാരി നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? ഇവിടെ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന വിചാരകനാണ്. അദ്ദേഹത്തിന് സമയം കുറവായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ ക്രമപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ജോലി തിരക്കുകൾ കൊണ്ടോ മറ്റു തിരക്കുകൾ കൊണ്ടോ വിദൂരതയിലോ മറ്റിടങ്ങളിലോ വീടിന് വേണ്ടി അധ്വാനിക്കുന്ന ആത്മാർത്ഥതയുള്ള വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, വീട്ടിലെ അമ്മമാർക്കൊരു ജോലിയുണ്ട്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് വിശ്വസ്തമായി ദൈവത്തോട് ചേർന്ന് നിന്ന് യോഹന്ന എന്ന ഈ സ്ത്രീയെപ്പോലെ കർത്താവിന് പ്രിയപ്പെട്ടവളായി നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഒരമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു വീട്ടിനുള്ളിലിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മറന്നു പോകരുത്. വളരെ വളരെ പ്രാധാന്യത്തോടുകൂടെ ഞാൻ ഈ പറയുന്നൊരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. എന്താണ് വീട്ടിലിരിക്കുന്ന ഒരമ്മയുടെ, ഒരു സഹോദരിയുടെ ജോലി? എന്താണ് ജോലി? യോഹന്നയെ പോലെ കർത്താവിനോട് ചേർന്നിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തെ മുഴുവനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. ജോലിയുള്ള അമ്മമാരുണ്ടാകും. നിങ്ങളെയും ദൈവം പരമേൽപ്പിച്ചിട്ടുള്ള കാര്യം അതുതന്നെയാണ്. ദൈവത്തോട് ചേർന്നിരിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. അതാണ് യോഹന്ന എന്ന സ്ത്രീ നമുക്ക് പ്രത്യേകതയോടുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത് അവിടെ കാണുന്നത് ശൂഷന്നയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിനോട് കൂടെ അവർ നടന്നു എന്നതാണ്. എന്താണ് ഇവർ ചെയ്തു എന്നറിയാമോ? തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർ യേശുവിന് ശുശ്രൂഷ ചെയ്തു. വസ്തുവക എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ദൈവം അവർക്ക് നൽകിയ ഭൗതികമായ നന്മകളുണ്ടായിരുന്നു. അതിനെ അവർ ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി മാറ്റിവെച്ചു. നല്ലൊരു സ്ത്രീ വീടിനെ പണിയുന്നത് അങ്ങനെയാണ്. വീട്ടിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം, ദൈവം അവർക്ക് നൽകിയ സമൃദ്ധിയുടെ ഒരു ഭാഗം അവൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അവൾ ചെലവാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ഒരമ്മയെ ഏൽപ്പിക്കുന്ന രണ്ടാമത്തെ ജോലി എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകിയ ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ വേർതിരിച്ച് മക്കൾ പള്ളിയിൽ പോകുമ്പോൾ പറയണം, നിൻ്റെ പേരിൽ ഇന്ന് ഈ ഓഫറിങ് കൊണ്ട് പള്ളിയിൽ വയ്ക്കണം. ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ഫ്രൂട്ട്സ്, ഇത്രയും ധാന്യങ്ങൾ, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിയ വസ്തുവകകളാണ് അല്ലേ? ദൈവം നിങ്ങൾക്ക് നൽകിയ വസ്തുവകകൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ മൂന്ന് സ്ത്രീകളെ പോലെ ദൈവം നിങ്ങളെ വിലയുള്ളതായി കാണുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് വായിക്കാം. അങ്ങനെ ഇവർ മൂന്ന് പേരും തങ്ങളുടെ വസ്തുവക കൊണ്ട്, വസ്തുവക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്തുവക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ മേൽ പ്രോപ്പർട്ടി ഒന്നും കൂടുതലായിട്ട് ഉള്ള ഒരു കാലഘട്ടമല്ല. ആരുടെ മേലാണ് പ്രോപ്പർട്ടീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്? പുരുഷൻ്റെ പേരിലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ അങ്ങനെ പറയത്തക്ക സമ്പത്തൊന്നും അവരുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ വരുന്ന സമ്പത്ത് എന്താണ്? നിങ്ങളുടെ ഭർത്താവ് അധ്വാനിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ വീട്ടിലെത്തുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ചെറിയൊരു കാര്യമായിരിക്കും. മനസ്സിലായോ? ഒരു ചെറിയ ഒരു കാര്യമായിരിക്കും. അതിനെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഈ അമ്മമാർ ശ്രദ്ധിച്ചിരുന്നു. വലിയ ഒരു ക്വാണ്ടിറ്റി ഒന്നുമല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഒരു വിധവ അവൾ ശേഖരിച്ച് വച്ചിരുന്നതിൽ നിന്ന് 2 വെള്ളിക്കാശ് അതിനെ അവൾ എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഈ ഒരു ശീലം എല്ലാ അമ്മമാർക്കും ഉണ്ടാകണം. ഈ ഒരു ശീലം മക്കളെ നമ്മുടെ ഫാമിലിയിൽ ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട്
അവരെ പഠിപ്പിക്കുക എന്നുള്ള ജോലി ഒരു വീട്ടിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ആരെയാണ്? ഒരു അമ്മയെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വീട്ടിൽ ഒരു അമ്മയുടെ ജോലിയാണ് മക്കളെ, തലമുറയെ, കുടുംബത്തെ ദൈവസന്നിധിയിൽ ദൈവം നൽകിയ നന്മയിൽ നിന്ന് കൊടുക്കാനായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ടതും ശീലിപ്പിക്കേണ്ടതും ആ ശീലം ഉണ്ടാകേണ്ടതും വീട്ടിലെ അമ്മമാരിൽ നിന്നാണ്. നമ്മളത് ചെയ്യുന്നുണ്ട്, തുടർന്നും അത് മുന്നോട്ട് പോകുക, സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഈ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ, ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവരെ 3 പേരെ പേരെടുത്ത് പറഞ്ഞു. ഇത് കൂടാതെ അനേക സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വസ്തുവകകൾ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, സ്ത്രീധന സഖ്യത്ത് വരുമ്പോൾ ഒരു പിടി എരി കൊണ്ടുവരും. കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്? വീട്ടിലെ അരിയാണ്. അതിൽ കൈവിട്ട് വാരാം, കുഴപ്പമില്ല. വേറെ എന്തിനെങ്കിലും പോയി കൈവിട്ട് വരാൻ കഴിയുമോ? കാരണം സ്വാതന്ത്ര്യത്തോടു കൂടി എടുക്കാൻ പറ്റുന്നത് അരിയാണ് വീട്ടിൽ. അതാണ് നിങ്ങളുടെ വസ്തുവക. അതുപോലെ ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നൽകിയിട്ടുള്ള പലതും ഉണ്ടാകാം. അതിൽ നിന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് കഴിയണം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ അമ്മച്ചി കോഴി മുട്ടയിടും, അല്ലേ? നാടൻ കോഴി മുട്ടയിടും. ഒരു 10-12 മുട്ടയൊക്കെ ശരാശരി ഇടും. അപ്പോൾ ഓരോ ആഴ്ചയിലും ഞായറാഴ്ച ആ വീക്കിൽ ഇടുന്ന മുട്ടയിൽ നിന്ന് ഇപ്പോൾ 10 മുട്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം എന്ത് ചെയ്യും? മാറ്റിവെക്കും. 50 മുട്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ 5 മുട്ട മാറ്റിവെക്കും. അമ്മച്ചിക്ക് കിട്ടുന്ന ചെറിയ ഒരു വരുമാനമാണ്, അല്ലേ? ആ 5 മുട്ട മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ കൊച്ചുമക്കൾ ആരെങ്കിലും പോകുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മുട്ട എടുത്ത് ഒരു ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് ആ പേപ്പറിൽ പേരെഴുതി കൊടുക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മുട്ടയുടെ പുറത്ത് ഇന്ന ആളിൻ്റെ പേരെഴുതി കൊടുക്കും. ഇത് വല്ലതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മമാർ ശീലിച്ചിരുന്ന കാര്യങ്ങളാണ്. വീട്ടിലുള്ള ഒരു കോഴി ഉണ്ടെങ്കിൽ ആ കോഴിയുടെ മുട്ടയിൽ നിന്ന് ആ ചെറിയ വസ്തുവാണ്, വലിയ വരുമാനമൊന്നും അവർക്കില്ല, ചെറിയ ഒരു വസ്തുവകയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവസന്നിധിയിൽ കൊടുക്കാൻ നമ്മളെ പഠിപ്പിച്ചിരുന്ന അമ്മമാർ നമുക്കുണ്ടായിരുന്നു, അല്ലേ? വീട്ടിൽ നിന്ന് മക്കൾ പള്ളിയിൽ പോകുമ്പോൾ വീട്ടിൽ അമ്മമാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ട് പറയും, ഇത് കൂടെ കൊണ്ടുപോയി പള്ളിയിൽ ലേലത്തിന് വയ്ക്കാൻ പറയും. ഒന്നും കാണത്തില്ല. ചിലപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഉണക്ക മീൻ വാങ്ങി ഉണക്ക മീനാകും. അതിൽ നിന്ന് വരെ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോകുന്ന അമ്മമാരെ എനിക്കറിയാം. ഉണക്ക മീനിൽ നിന്ന് പോലും, കാരണം ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും ദൈവസന്നിധി അർപ്പിച്ചാൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് അവർ മക്കളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ ചെയ്തു വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ ചെറിയ ചെറിയ വസ്തുവകകൾ ഉണ്ടായിരുന്നു, ചെറിയ വസ്തുവകകൾ. അതിൽ നിന്ന് കൊടുത്ത് അനുഗ്രഹം നേടിയവരാണ് ഇവരൊക്കെ. മഗ്ദലക്കാരത്തെ മറിയയെ നിങ്ങൾ നോക്കുക. 7 ഭൂതങ്ങൾ വിട്ടുപോയവൾ എന്നാണ് അവളെക്കുറിച്ച് പറയുന്നത്. ഈ മഗ്ദലക്കാരത്തെ മറിയയാണ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന സന്തോഷം ലോകത്തിലോട് വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ ക്രൂശിനോട് ചേർന്ന് നിന്നവരാണ് ഇവരൊക്കെ. യേശുവിനോട് കൂടെ നടന്നവർ മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞ അവസരങ്ങളിലും ഇവരുണ്ടായിരുന്നു. സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട്, എന്തെന്നറിയാമോ? ഒരു പ്രയാസം വരുമ്പോൾ അവരെന്ത് ചെയ്യില്ല? ഇട്ടിട്ട് പോകില്ല. ഏത് സാഹചര്യം വരെയാണെങ്കിൽ അവരെന്ത് ചെയ്യും? നിൽക്കും. അതുകൊണ്ടാണ് ആശുപത്രികളിൽ ഈ ബ്ലഡ് കാണുന്ന ജോലിക്കൊക്കെ കൂടുതൽ പിടിച്ച് നിർത്തിയിട്ടുള്ളത് ആരെയാണ്? സ്ത്രീകളെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുരുഷന്മാർ കയ്യിൽ ചെറിയൊരു മുറിവ് മതി, ആ ബ്ലഡ് കാണുമ്പോൾ തന്നെ പലരും എന്ത് ചെയ്യും? അത് കാണുമ്പോൾ തന്നെ ഒരു സങ്കടമാണ്. പിന്നെ മനസ്സങ്ങ് തകർന്നു, അയ്യോ ഇതെപ്പോൾ പൊറുക്കും, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതിൽ എക്സെപ്ഷൻസും ഉണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര ചോര കണ്ടാലും ഇവർക്ക് എന്തില്ല? ഒരു പ്രശ്നമില്ല. ബ്ലഡ് കണ്ടാൽ പ്രശ്നമില്ല, മറ്റൊരാൾ വീണ് കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല, ഒരാളെ പരിചരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, രോഗിയായ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നേഴ്സിംഗ് ജോലി പഠിച്ച ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയണ്ട. ഇതൊന്നും അറിയാത്ത ഒരാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നേഴ്സിംഗ് ഒന്നും പഠിക്കാത്ത ഒരാളിൻ്റെ കുറവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് റിസ്ക്കാണ് നിങ്ങൾക്കൊരു കാര്യം വീട്ടിൽ ക്രമീകരിച്ച് പോകാനെന്നുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒത്തിരി ചുമതലകൾ ദൈവം ഇവരെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കൾ ഒന്ന് ക്ഷീണിക്കുമ്പോൾ എന്ത് ചെയ്യും? കഞ്ഞിവെള്ളം ഓരോ സമയത്ത് ചൂടാക്കി ഉപ്പൊക്കെ ഇട്ട് കൊണ്ടുകൊടുക്കും, ഒന്ന് ആരോഗ്യമൊക്കെ ആക്കി എടുക്കും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും?
നമ്മൾ തിരിച്ചു പറയുകയും ചെയ്യും, അല്ലേ? അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് കിടക്കുന്നത് നല്ലതാണ്. കിടക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ഇവരുടെ വില ഒന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ കർത്താവ് ഇവരെ അത്രയും വിലയുള്ളവരായിട്ട് കണ്ടു. കർത്താവിനോട് അവരെ ചേർത്ത് നിർത്തി അവസാനം വരെ കൊണ്ടുപോയി. ഈ പുരുഷന്മാരൊന്നും യേശുവിൻ്റെ ശരീരത്തിലെ ഈ മുറിവുകൾ കണ്ടിട്ട്, ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവിടെ നിന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പുരുഷന്മാരൊന്നും അവിടെ കാണത്തില്ല. മനസ്സിലായോ? രക്തം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാത്ത ആൾക്കാരുണ്ട്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു കരുത്ത് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ ദുർബല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പുരുഷന്മാരെക്കാളും കരുത്ത് ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ട് അവരെ ദൈവം അത്രയും വിലയുള്ളതായി കാണുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിന്ന് അവസാനിപ്പിക്കും. നമ്മളിന്ന് പഴയ നിയമത്തിൽ ഒരു ഭാഗം വായിച്ചു, ന്യായാധിപന്മാരുടെ പുസ്തകം. അവിടെ ഒരു പ്രവാചകിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ദെബോറ എന്നാണ് ആ പ്രവാചകിയുടെ പേര്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. കനാന്യ രാജാവായ യാബീൻ അവർ ഇസ്രായേൽ മക്കളെ ആക്രമിച്ച് അവരെ കൊള്ളയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഇസ്രായേലിന് രാജാവില്ല. ന്യായപാലനത്തിലൂടെയാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൊട്ട് മുൻപ് യേഹൂദ് എന്ന ഇടംകയ്യനായ ഒരു ന്യായാധിപൻ അവരെ ന്യായപാലനം ചെയ്തു പോന്നിരുന്നു. ഇപ്പോൾ ഇവരെ ന്യായപാലനം ചെയ്യാനായിട്ട് ദൈവം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. ആ സ്ത്രീയുടെ പേരാണ് ദെബോര. ദെബോര എങ്ങനെയാണ് ഇവർക്ക് പ്രിയപ്പെട്ടവളായി മാറുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിൽ അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ ന്യായമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദമായി നിന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു സ്ത്രീയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ന്യായവും നീതിയും നമ്മളിലൂടെ ഉണ്ടാകണം. നിങ്ങൾ ഏത് വീട്ടിൽ ജീവിച്ചാലും, ഏത് തലത്തിലേക്ക് നിങ്ങൾ വന്നാലും, നിങ്ങളുടെ അരികിൽ വരുന്ന ഏതൊരു വ്യക്തിയോടും നീതിയോടും ന്യായത്തോടും ദൈവഹിത പ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടെ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന ഒരു ശുശ്രൂഷയാക്കി ദൈവം മാറ്റും. നിങ്ങളെ ദൈവം ഈ ലോകത്താക്കിയിരിക്കുന്നത് ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. ഏത് മേഖലയിൽ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിച്ചാലും അവിടെ നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളുടെ അരികിൽ വരുന്നവരോട് നീതിയോടും ന്യായത്തോടും ഇടപെടുക എന്നത് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ദെബോര ചെയ്യുന്ന കാര്യം, തൻ്റെ അരികിൽ വരുന്നവരോട് ന്യായം, നീതി, ഇത് രണ്ടും ദൈവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. ഒരമ്മയ്ക്കുണ്ടാകേണ്ടുന്ന ക്വാളിറ്റി, ഒരു വീട്ടിൽ എന്തുണ്ടാകണം? നീതിയോടും ന്യായത്തോടും കൂടെ വീട്ടിനെ കൊണ്ടുപോകുന്നത് ഒരമ്മയുടെ ചുമതലയാണ്. 2 മക്കളുണ്ടാകാം, 2 മക്കളോട് 2 നീതിയിൽ ഒരമ്മ പെരുമാറാനായിട്ട് പാടില്ല. അങ്ങനെ പെരുമാറിയതിൻ്റെ പ്രശ്നമാണ് ഒരു വീട്ടിൽ അപകടമുണ്ടായത്. ഏത് വീടാണ്? യാക്കോബ്, ഏശാവ്. ഇവർ 2 പേര് ട്വിൻസ് ആയിരുന്നു, യാക്കോബും ഏശാവും. ഒരമ്മയുടെ ഒരു വയറിനുള്ളിൽ ഒരുമിച്ച് 9-10 മാസത്തോളം കിടന്നവരാണ് ആര്? യാക്കോബും ഏശാവും ട്വിൻസാണ്. പക്ഷേ ഇവർ പുറത്ത് വന്നു കഴിയുമ്പോൾ അമ്മ അവിടെ ഒരു അനീതി പ്രവർത്തിക്കുകയാണ്. അമ്മ അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വീട് എന്തു ചെയ്യും? തകരും, ആ കുടുംബം തകരും. അതുകൊണ്ട് എനിക്ക് എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകും, കൊച്ചുമക്കളുണ്ടാകും. എല്ലാവരെയും നിങ്ങൾ ഒരു കണ്ണുകൊണ്ട് തന്നെ കാണണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു കുഞ്ഞിനോടോ ഒരു മകനോടോ മകളോടോ നിങ്ങൾക്ക് ഏറിയ സ്നേഹം കാണിക്കാനായിട്ട് ദൈവം അനുവാദം തന്നിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുന്നു, ഇവളുടെ അരികിൽ വരുന്ന, ദെബോരയുടെ അരികിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും അവർ ന്യായപാലനം കൃത്യമായിട്ട് ചെയ്യും. ഈ സമയത്ത് അവിടെ സൈന്യം ഇവരെ ആക്രമിച്ച് കനാന്യ രാജാവായ യാബീൻ ഇവർക്കെതിരായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അവൾക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കുന്നവരായിട്ട് മാറണം. ദെബോര ദൈവ ശബ്ദം കേട്ട ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയിലൂടെ, ഒരു അമ്മയിലൂടെ, ഒരു സഹോദരിയിലൂടെ, നിങ്ങൾ ഓരോരുത്തരിലൂടെയും ദൈവം വലിയൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ വീടിനെ നിങ്ങൾക്ക് നന്നായിട്ട് പണിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബേഥയിലാക്കി നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഓരോ വീട്ടിലെയും
ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകണം. ദൈവത്തോടുള്ള ആലോചന ചോദിച്ച് മുന്നോട്ട് പോകണം. ദൈവത്തോടുള്ള ആലോചന നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം, അതനുസരിക്കണം. ഒരു വീട്ടിൽ ഒരു അമ്മയുടെ ജോലി ദൈവ ശബ്ദം കേട്ട് മക്കളെ വളർത്തുക എന്നതാണ്. അങ്ങനെ ഇവൾ ദൈവശബ്ദം ഇവരോട് പറഞ്ഞു. ദൈവശബ്ദം എന്നത് ആ ദേശത്തിന് വലിയൊരു പ്രശ്നം വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവളിലേക്ക് വന്നിട്ട് അവൾ പറയുകയാണ്, നമ്മളിപ്പോൾ വലിയൊരു അപകടത്തിലാണ്, എന്നാൽ നമുക്ക് ദൈവം ഒരു വിജയം തരും. ബാരാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, കേദേശ്, നഫ്താലി ഈ 2 സ്ഥലങ്ങളിൽ പോയി 10,000 ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അതിനൊരു മറുപടി വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നതാണ്. 8-ാമത്തെ വചനം. അതിന് ബാരാക്ക് ഒരു മറുപടി പറഞ്ഞു, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം എന്ന് പറയുകയാണ്. നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. ദൈവശബ്ദമാണ് ഈ അമ്മയിലൂടെ, ഈ ദെബോരയിലൂടെ അവിടെ കേട്ടത്. ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദം കേട്ടപ്പോൾ ബാരാക്ക് പറയുന്ന ഒരു മറുപടിയാണ്, നീ എന്നോട് കൂടെ വരുന്നുണ്ട് എങ്കിൽ ഞാൻ പോകാം. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വീട്ടിൽ ഒരമ്മയിലൂടെ മുഴങ്ങി കേൾക്കുന്നത് ദൈവശബ്ദമാണെങ്കിൽ ആ വീടിനുള്ളിൽ ദൈവ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കും. ആ മക്കൾ ആ ദൈവ സ്നേഹത്തിൽ വളരുകയും ചെയ്യും. ബാരാക്ക് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, നീ കൂടെ വരികയാണെങ്കിൽ നമുക്ക് പോകാം, നീ കൂടെ വരികയാണെങ്കിൽ. അതായത് ഒരു വീട്ടിൽ ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഒരു വീട്ടിൽ കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ വീട് 100% ഉറപ്പാണ്. ഒരു ശത്രുവിന് നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല, നിങ്ങൾ വിജയിച്ചിരിക്കും. അതുകൊണ്ടാണ് ആ വീട്ടിൽ, ആ കുടുംബത്തിൽ, ഇസ്രായേൽ ദേശത്ത്, ഇസ്രായേൽ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ബാരാക്കിനോട് പറയുമ്പോൾ, ബാരാക്ക് എന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പറയുകയാണ്, നീ കൂടെ ഞങ്ങളുടെ കൂടെ വേണം. മനസ്സിലായോ? നീ കൂടെ ഞങ്ങളുടെ കൂടെ, നിൻ്റെ പ്രയർ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കൂടെ വരാം, പക്ഷേ ഞാൻ കൂടെ വന്നാൽ ഈ യുദ്ധത്തിൽ നീ വിജയിക്കുന്നതിൻ്റെ മാനം നിനക്ക് കിട്ടില്ല, അതിൻ്റെ മഹത്വം എന്നിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തു പറഞ്ഞു? കുഴപ്പമില്ല, നീ കൂടെ വന്നേ മതിയാകുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ വിജയങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും മഹത്വം ആർക്ക് മാത്രം നമ്മൾ കൊടുക്കണം? ദൈവത്തിന് മാത്രം കൊടുക്കണം. ആ ഒരു ചിന്ത നമ്മുടെ വീട്ടിലേക്ക് വരണം. എന്ത് ബ്ലെസ്സിങ് വന്നാലും, ഏത് രീതിയിൽ നിങ്ങളെ ദൈവം ലിഫ്റ്റ് ചെയ്താലും അതിൻ്റെ മഹത്വം നമ്മുടെ വീട്ടിൽ ആർക്കും നമുക്ക് എടുക്കാനായിട്ട് അനുവാദമില്ല. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നേടിയെടുത്ത അനുഗ്രഹത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ദെബോര പഠിപ്പിക്കുകയാണ്, ബാരാക്കിനെ പഠിപ്പിക്കുകയാണ്. ദൈവം നമുക്കൊരു വിജയം തരും, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. എല്ലാത്തിൻ്റെയും മഹത്വം ആർക്ക് പോകണം? ദൈവത്തിന് പോകണം. ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഒരു വീട്ടിലെ സ്ത്രീയാണ്. ഞാനതാണ് പറഞ്ഞു വന്നത്. ഒരമ്മയുടെ ജോലി എന്താണ്? മക്കൾക്കൊരു ജോലി കിട്ടി, മക്കളോട് പറയണം, മക്കളെ നീ പഠിച്ചു ശരിയാണ്, പക്ഷെ നിന്നെ പഠിക്കാൻ സഹായിച്ചത് ദൈവമാണ്. നിനക്കൊരു ജോലി കിട്ടി, ഈ ജോലിയിലേക്ക് നിന്നെ ഡയറക്റ്റ് ചെയ്ത് നിന്നെ അവിടേക്ക് എത്തിച്ചത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നീ എത്ര വളർന്നാലും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഒരു കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ അമ്മയാണ്. അങ്ങനെ ആ അമ്മയുടെ ഡയറക്ഷനിലൂടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരില്ല. എത്ര വളർന്നാലും മഹത്വം ദൈവത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യപ്പെടും. ഒരു കാര്യം കൂടെ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദെബോര അവരുടെ കൂടെ പോയി. ദെബോര കൂടെ കയറി ചെന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ പോകുകയാണ്. അങ്ങനെ അവർ യുദ്ധത്തിൽ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരികയാണ്. അതിനെക്കുറിച്ച് ദെബോര ഒരു പാട്ട് പാടുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ട് എന്ന് പറയുന്നത് സീസരയെ തോൽപ്പിച്ചു. സീസര യാബീൻ്റെ സൈന്യാധിപനാണ്. സീസരയെ തോൽപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ജയം ഏറ്റെടുത്ത് മടങ്ങി വരികയാണ്. മനോഹരമായിട്ട് സീസരയെ തോൽപ്പിച്ച കാര്യം, എങ്ങനെയാണ് ദെബോര ശുശ്രൂഷ ചെയ്തത്, ഇതെല്ലാം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ആ കാവ്യം എഴുതി വയ്ക്കുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത അറിയാമോ? ഈ അമ്മയ്ക്ക് ദൈവശബ്ദം കേട്ട് അതിന് പാടാനായിട്ടുള്ള ഒരു കൃപയുണ്ടായിരുന്നു. അതാണ് ദെബോരയുടെ പാട്ടെന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചില അമ്മമാർക്ക് എന്തിനുള്ളത് കൃപയായിരിക്കും? പ്രാർത്ഥിക്കാനുള്ള കൃപയായിരിക്കും. ചിലർക്കൊരു പാട്ട് എഴുതാനോ പാടാനോ ഉള്ളതായിരിക്കും. ദെബോരയുടെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അനേകരെ പ്രചോദിപ്പിക്കുന്ന ഒരു പാട്ട്, അനേകരെ ശക്തരാക്കുന്ന ഒരു പാട്ട്. നിങ്ങളുടെ ഒരു വാക്ക് അനേകരെ ശക്തരാക്കും കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഒരു വാക്കും മതി നിങ്ങളുടെ മക്കൾ തകർന്നു പോകാനായിട്ടും. നിങ്ങളുടെ മക്കൾ തകർന്നിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളി തകർന്നിരിക്കുമ്പോൾ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന പ്രോത്സാഹനത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു വാചകം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമാകും. ഏത് തകർച്ചയിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ നാവിൻ്റെ മേലൊരു അധികാരമുണ്ട്. ദെബോരയ്ക്ക് അങ്ങനെ ഒരു കൃപ ദൈവം കൊടുത്തിരുന്നു. ആ കൃപ അവളെ പ്രയോജനപ്പെടുത്തിയപ്പോൾ ആ ദേശം മുഴുവനും ഉയർത്തെഴുന്നേറ്റു. ആ ദേശത്ത് മുഴുവനും ദൈവാനുഗ്രഹം ഉണ്ടായി. അപ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. ഓരോ സഹോദരിമാരിലൂടെയും ഓരോ അമ്മമാരിലൂടെയും ഓരോ വീടും അനുഗ്രഹിക്കപ്പെടണം.